ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം വിശുദ്ധ ലൂക്കോസ് പ്രവചനം എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 44-45 വചനങ്ങളാണ്. അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാകിയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, യേശു തമ്പുരാന്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് ജെറുസലേമിൽ പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ യേശുവിന് 12 വയസ്സായ സമയത്ത് അവരെ കൂട്ടി മാതാപിതാക്കൾ ജെറുസലേമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ വഴിയാത്രയിൽ അനേകം ആളുകൾ കൂടെ ഉള്ളതുകൊണ്ട് ആ യാത്രക്കാരും കൂടെ യേശു തമ്പുരാനുണ്ട് എന്ന ചിന്തയോടുകൂടെ അവർ ദേവാലയത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥനകൾ നിറവേറ്റി ബലികൾ അർപ്പിച്ചതിന് ശേഷം തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ കർത്താവിനെ യേശു തമ്പുരാൻ ദേവാലയത്തിൽ തങ്ങുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ ഇത് അവന്റെ മാതാപിതാക്കൾ അറിയാതെ പോകുന്നു. എന്നാൽ വഴിയാത്രയ്ക്കിടയിൽ തന്റെ മകനെ അവർ അന്വേഷിക്കുമ്പോൾ കാണാതാകുമ്പോൾ അവർ ആദ്യം പിടിച്ച് അവനെ തിരഞ്ഞ് ആളുകളുടെ ഇടയിൽ, ചാർച്ചക്കാരുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ അവൻ അന്വേഷിച്ച് അവസാനം ദേവാലയത്തിലേക്ക് അവർ കടന്നു വരുന്നുണ്ട്. അവിടെ വേദശാസ്ത്രന്മാരുടെ ഇടയിൽ ഇരുന്ന് വചനം കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ബാലനായ യേശുവിനെ കണ്ട് അവർ വിസ്മയിക്കുന്നുണ്ട്. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഇടയ്ക്കൊരു പരിശോധന നടത്തേണ്ടത് ആവശ്യമുണ്ട്. എന്റെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയോ? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയോ? ഒരുപക്ഷെ ലോകത്തിന്റെ തിരക്കുകളിൽ, ലോകയാത്രയുടെ അടിയൊഴുക്കുകളിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതെന്ന വിവരം ഒരുപക്ഷെ നമ്മൾ അറിയണമെന്നില്ല. നമ്മൾ അറിയുമ്പോൾ അതേറെ വൈകിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, നീ ഒന്ന് വിചിന്തനം നടത്തുക, നീ ഒന്ന് നിന്നോട് തന്നെ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുക. നിന്നിലുള്ള ദൈവസാന്നിധ്യം, നിന്നിലുള്ള യേശുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയോ? നഷ്ടപ്പെട്ടെങ്കിൽ അവനെ തിരിച്ചു പിടിക്കുവാൻ, അവനിലേക്ക് തിരികെ നടക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.